നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,532ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലി ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. 1201 ആണ്ട് വൃശ്ചിക മാസം 2-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 27-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 18-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ത്രയോദശിയാണ്. കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി അത് രാവിലെ 7:12 വരെ മാത്രമാണ്. തുടർന്ന് ചതുർദശി തിഥിയാണ്. നക്ഷത്രം വരുന്നത് ചോരി നക്ഷത്രമാണ്. അത് നാളെ 7:59 വരെയുള്ള സമയത്ത് ചോരി നക്ഷത്രമുണ്ട്. തുടർന്നാണ് വിശാഖം വരുന്നത്. കരണം പശുകരണമാണ്. 7:12 വരെ ആണ് അതിൻ്റെ പശുകരണത്തിൻ്റെ സമയം. നിത്യയോഗം ആയുഷ്മാൻ നാമ നിത്യയോഗമാണ്. രാവിലെ 8:08 വരെയുള്ള സമയത്താണ് ആയുഷ്മാൻ നാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേല തന്നെയാണ്. ഹേമന്ത ഋതുവാണ്. ദക്ഷിണ അയനകാലമാണ്. ഇന്ന ദിവസം ചൊവ്വ കുജൻ്റെ അഥവാ ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:22:33 ഉദയം വരുന്നു. വൈകിട്ട് 5:55:32 അസ്തമയം സംഭവിക്കുന്നത്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 32 മിനിറ്റ് 59 പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:02 തുടങ്ങി 4:28 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:09 മുതൽക്ക് 1:35 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 9:15 തുടങ്ങി 10:42 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:45 മുതൽക്ക് 12:07 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:11 മുതൽക്ക് 12:33 വരെയാണ്. 11:45 മുതൽക്ക് 12:33 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയാറുള്ളത്. മധ്യത്തിലെ സന്ധി ആകയാൽ ആണ് 4 മിനിറ്റ് ഇവിടെ വർജിച്ചിട്ടുള്ളത്. ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പുരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിനമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അവരെ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ അതൊക്കെയും ഇന്ന് വരാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് ഉദയത്തിന് വരുന്ന നക്ഷത്രം ചോരി നക്ഷത്രമാണ്. എല്ലാ തരത്തിലുള്ള ശാന്തികർമ്മങ്ങൾക്കും പൗഷ്ടിക കർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾ അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ളത് ഭൂഷണാദികൾ സ്വർണം കൊണ്ടും മറ്റുള്ള ആഭരണങ്ങൾ ധരിക്കുക, യാത്ര വിദ്യാരംഭം നടത്തുക, ഗൃഹാരംഭം ദേവപ്രതിഷ്ഠ ഇതൊക്കെയും അനുകൂലമാണ്. തിഥി വരുന്നത് കൃഷ്ണപക്ഷത്തിലെ ത്രയോദശിയാണ്. അത് നാളെ രാവിലെ 7:12 വരെ മാത്രമാണ്. യാത്ര പോയിട്ട് പ്രവേശം നടത്തുക, നൂതന വസ്ത്രങ്ങൾ ധരിക്കുക, രണ സംബന്ധമായിട്ടുള്ള യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വ്രതാരംഭം, ശില്പം, ഭൂഷണം ഇതിനൊക്കെ അനുകൂലമാണ്. എന്നാൽ അത് കൃഷ്ണ ത്രയോദശി ആകയാൽ ഇത് വർജ്യവുമാണ്. തുടർന്ന് ചതുർദശിയാണ്. ചതുർദശിയും എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും വർജിച്ചിട്ടുള്ളതാണ്. നമസ്കാരം.